മലയാളത്തിൽ ഇന്നിറങ്ങിയ ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ മൂവിയായ ഡൊമിനിക് ആൻഡ് ലേഡി സ്പേഴ്സ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ, ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് മമ്മൂക്കയും ഗോകുൽ സുരേഷുമാണ്. ഈ സിനിമ എന്തുകൊണ്ട് ഫസ്റ്റ് ഷോ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ കാര്യമുള്ളൂ, മമ്മൂട്ടി കമ്പനി. കാരണം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ പോലും മോശമായിട്ടില്ല. ഈ സിനിമ എന്തുകൊണ്ട് അവർ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗൗതം മേനോൻ ആയതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല. ഇതിലുള്ള ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു എലമെന്റ്, ആ എലമെന്റ് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. വേറെ ലാംഗ്വേജിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു എലമെന്റ് കൊണ്ടായിരിക്കാം മമ്മൂട്ടി കമ്പനി ഇത് പ്രൊഡ്യൂസ് ചെയ്തെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും തോന്നുന്നില്ല. സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഡൊമിനിക് എന്ന് പറയുന്ന ഒരു പോലീസുകാരനായിരുന്ന ഒരാളാണ്. ഇയാൾ ഒരു ഡിറ്റക്റ്റീവാണ്. ഇയാളുടെ അസിസ്റ്റന്റായിട്ട് വരുന്ന ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ. ഇവർ രണ്ടുപേരുടെയും ബോണ്ട് എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. ഇവരുടെ കോമഡികളൊക്കെ നിറഞ്ഞ ഇവരുടെ ഒരു ബോണ്ടിങ് ഭയങ്കര രസമായിരുന്നു. ഒരു ഷെർലക് ഹോംസിനെയും വാട്സനെയും പോലെ ഒരു അങ്ങനെയുള്ളൊരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. കോമഡികളൊക്കെ നിറഞ്ഞ സർക്കാസ്റ്റിക് ആയിട്ടുള്ള സെൽഫ് കോമഡികളൊക്കെ അടിച്ച് കുറെ പോകുന്ന അങ്ങനത്തെ ഒരു രണ്ട് ക്യാരക്ടേഴ്സാണ്. അതുപോലെ ഇവർ താമസിക്കുന്നത് ഷെർലക്കിന്റെ സ്റ്റോറിയിൽ വരുമ്പോൾ മിസ്സസ് ഹഡ്സൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു പ്രായമുള്ള സ്ത്രീ. അവരുടെ വീട്ടിലാണ് ഈ ഷെർലക്ക് താമസിക്കുന്നത്. അതുപോലെ ഇതിൽ വരുമ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയുണ്ട്, അവരുടെ വീട്ടിലാണ് ഈ ഡൊമിനിക് എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത്. അങ്ങനെ ഈ പ്രായമുള്ള സ്ത്രീക്ക് എവിടെയോ കിടന്നൊരു പേഴ്സ് കിട്ടുകയാണ്. ആ പേഴ്സ് ഈ ഡൊമിനിക്കിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ഡൊമിനിക്കിനോട് പറയുന്നത്. ഡൊമിനിക് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ പല കേസുകൾക്കും തുമ്പ് കണ്ടുപിടിക്കാൻ നടക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഇയാൾ ചെറിയ ചെറിയ കേസുകളൊക്കെയാണ് പിടിക്കുന്നത്. പക്ഷെ വളരെ സ്വയംഭംഗിയായ ഒരു ക്യാരക്ടറാണ് ഈ ഡൊമിനിക്കിൻ്റെത്. അങ്ങനെ ഇയാൾ ഈ പേഴ്സിന്റെ ഉടമയെ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതും അതിൽ നിന്ന് വേറെ പല കേസുകളിലേക്കും പോകുന്നതും ഒക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിച്ചു നീട്ടുള്ള ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഈ സ്റ്റോറിയിലേക്ക് കുറച്ചും കൂടി എൻഗേജ്ഡ് ആകുന്നത്. പിന്നെ ഒരു വലിയ സ്റ്റോറി എന്നല്ല, ഇത് പറഞ്ഞിരിക്കുന്ന രീതി കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പിടിക്കാനും സാധ്യത കുറവാണ്. ഞാനൊരു ഷെർലക് ഹോംസ് മൂഡിൽ ആ ഒരു ഇത് പ്രതീക്ഷിച്ചത് കൊണ്ടായി എനിക്കും ജസ്റ്റ് ഒരു ഓക്കെ ഫിലിം എന്നുള്ള ഫീൽ മാത്രമേ കിട്ടിയുള്ളൂ. കാരണം ഇതിന്റെ ഒഴുക്ക് കുറച്ച് സ്ലോ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ട്വിസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ എന്ന്, ആ ഒരു രീതിയിലാണ് ഇത് പോയിരിക്കുന്നത്. പിന്നെ ഒരു ഷെർലക് ഹോംസ് മൂഡിൽ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, കോമഡികളൊക്കെ നിറച്ച് ആണ് ഈ സിനിമ പോയിരിക്കുന്നത്. ചില കോമഡികളൊന്നും വർക്കായിട്ടില്ല, പക്ഷെ ചില എലമെന്റുകൾ ഗോകുൽ സുരേഷും മമ്മൂക്കയുമായിട്ടുള്ള ഈ ഒരു ബോണ്ടിങ് നല്ല രസമായിട്ട് പോയിരിക്കുന്നതായിരുന്നു. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് പലരിലേക്കും സംശയം പോകുന്നു എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും എന്തിനാണ് അവരെയൊക്കെ കാണിച്ചത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്റ്റോറി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഒരു പ്രയോജനമില്ലാതെ കുറച്ചു നേരം അവരുടെ സ്റ്റോറീസ് ഒക്കെ കാണിച്ചിട്ട് പിന്നെ അവരെ പറ്റി ഒരു അറിവുമില്ലാത്തൊരു രീതിയിൽ കുറെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനും ഈ സിനിമയിലുണ്ട്. അതെനിക്ക് നഗറ്റീവായിട്ട് തോന്നി. അതല്ലാതെ സിനിമ ജസ്റ്റ് ഒരു കണ്ടിരിക്കാൻ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഇങ്ങനത്തെ ഡിറ്റക്റ്റീവ് മൂവീസ്, സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് മൂവീസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒന്ന് കണ്ടു നോക്കാം.